എന്റെ ദൈവമേ, ഞാൻ തളർന്നു. ഈ പോക്കാണെങ്കിൽ ഞാൻ ഈ റേഷൻ കടയിൽ കിടന്നെ ചാവേണ്ടി വരും. ഒരു മുതലാളി ഉണ്ട്, മണി 11 ഇതുവരെ കാണാനില്ല. ഇവിടെ നിന്റെ മുതലാളിയോടെ മെല്ലപ്പോക്കെ എന്റെ മുതലാളി ഇത്തിരി വലിച്ചു നീട്ടിയൊക്കെ സംസാരിക്കാന്നുള്ളൂ. ആവശ്യം സംസാരിക്കല്ല കേട്ടോ. അതെ മുതലാളി വിളിക്കുന്നു. ആ മുതലാളി, നീ കടയിലുണ്ടാടാ? ഞാൻ കടയിലുണ്ട്. ഞാൻ ഇന്ന് ലീവിലാണ്, വരൂലേ? ജീവത്തിന് എടാ എന്നെ തിരക്കി അവിടെ ആരെങ്കിലും വന്നാടാ? ഇതുവരെ ആരും വന്നില്ല കടയില്. ഭാഗ്യം. പിന്നെ മുതലാളി, ജംഗ്ഷനിൽ വെച്ച് എന്റെ ഉഷ ചേച്ചിയുടെ ഭർത്താവ് മുതലാളി തിരക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളി വീട്ടിലുണ്ട്, അവിടെ ചെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ട് വരും. അയ്യോ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. ലീവ് ക്യാൻസൽ. അപ്പൊ എന്തോ വള്ളിക്കെട്ടുണ്ട്. ഉഷ ചേച്ചിയുമായിട്ട് ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉഷ ചേച്ചിയുടെ ഭർത്താവ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കാം. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ഞാൻ 1 മണിക്കൂർ മുമ്പ് വിളിച്ചായിരുന്നു. അപ്പൊ തിരക്കില്ലെന്നാ പറഞ്ഞത്. ഇപ്പോഴും തിരക്കില്ല. അപ്പൊ തിരക്ക് കഴിഞ്ഞിട്ട് വന്നാ മതിയേ. ഫയർഫോഴ്സിനെ വിളിക്കുന്നത്? എടാ, ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ രമണിയുടെ ഭർത്താവ് ഞാൻ വേടാ. എന്നിട്ട് അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല, ചുറ്റോട്ടൊന്നും ആരും ഇല്ലായിരുന്നു. എന്റെ പൊന്നെ, എന്നിട്ട് ഇങ്ങനെയാണോ വിളിക്കുന്നത്? പെട്ടെന്ന് വിളിച്ചവർ അവിടെ ചത്തുപോകും. എടാ, അതിന് അവൻ നമ്മളെ കടയിൽ നല്ല സാധനം വാങ്ങിക്കണം അല്ലല്ല. ഇത് രമണിയോട് പറഞ്ഞായിരുന്നു. എടാ, രമണി രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിൽ പോകുമ്പോ പറയണ ശരിയല്ല, തിരിച്ചു വരുമ്പോ പറയാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾ ഫയർഫോഴ്സ് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഫയർഫോഴ്സിന് ഞാൻ വിളിച്ച് രമണിയുടെ ഭർത്താവ് കിണറ്റി വേണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, അങ്ങനെ പറഞ്ഞ രമണിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമോ? അയാൾ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ. നിങ്ങൾ മറ്റേ അവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തോ? ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്തില്ലടാ. നീ പറഞ്ഞപ്പോ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. അല്ല, നിങ്ങൾ വരാനെന്താ വൈകിയത്? ഞാൻ ഇവിടെ നടന്നാ വന്നത്. നടന്നാ? അത് നടക്കാൻ ഇങ്ങോട്ടുള്ള ബസ് റൂട്ട് അങ്ങ് നിർത്തിയാടേ. നിർത്തിയപ്പോ കയറി കൂടെ ആയിരുന്നോ? ബസ് റൂട്ടേ നിർത്തിയെന്ന്. ബസ് റൂട്ട് നിർത്തിയെന്ന്. നിനക്ക് ഇവിടെയൊക്കെ തൂക്കാൻ പാടില്ലേടാ? പിന്നെ ആള് വരാത്ത സ്ഥലത്ത് ഞാൻ എന്ത് തൂക്കി കൊടുക്കാനാ? എടാ, ഇവിടെ ഇരിക്കണ വൃത്തിയായിട്ട സാധനം എടുത്ത് മാറ്റാൻ. വൃത്തിയായിട്ട സാധനം മാറ്റണല്ലേ? എന്നെ പിടിച്ച് മാറ്റണം നീ. ഈ റേഷൻ കടയിൽ ഏറ്റവും വൃത്തിയായിട്ട സാധനം മുതലാളിയാ. അതല്ല പറഞ്ഞു, ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടൂടെ എന്ന്. ഞാൻ തൂത്താലേ വൃത്തിയാവുള്ളൂ, മുതലാളിക്ക് തൂർത്താതെ കുഴപ്പം. പിന്നെ നീ ഒരു കാര്യം ചെയ്യടാ, ഇവിടെ വന്ന് ഇരിയടാ, ഞാൻ തൂക്കി കൊടുക്കാടാ. പറഞ്ഞ പറഞ്ഞ നീ വന്നാ ഇരിക്കോടാ. പോയിച്ചെന്ന് തൂക്കിക്കൊല്ലടാ. തൂക്കിക്കൊല്ലാ സാധനം തൂക്കിക്കൊറാ. അല്ല, ഇന്നലെ മറ്റേ ജമീല ചേച്ചി വിരല് പതിക്കാൻ വന്നിട്ട് പതിഞ്ഞായിരുന്നു. പതിഞ്ഞാടാ, പതിഞ്ഞു കണ്ട. 5 വിരലും പതിഞ്ഞു കണ്ട. ചോന്ന കിടക്കണ കണ്ടായിരുന്നു. ഇവിടെ മോന്തയിൽ പതിഞ്ഞ കാര്യമല്ല, ഈ മിഷനിൽ പതിഞ്ഞാ ചോദിച്ചത്. മിഷനിൽ പതിയുകയും ചെയ്ത് അവള് പച്ചരി മാച്ചോണ്ട് പോയി. പിന്നെ ചെറിയൊരു പ്രശ്നമായി. പ്രശ്നം? എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അവള് സ്പെഷ്യൽ അരി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ വന്നാലേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ വിളിച്ചു, സ്വാഭാവികമായിട്ട് ഉമ്മ വിളിച്ചോണ്ട് വരണം. അപ്പൊ ഉമ്മ വന്നാലെന്നുള്ളത് ഉമ്മ തന്നാലെന്നായി പോയടെ. പിന്നെ എനിക്കൊന്നും കണ്ടുകൂടെ. എനിക്ക് എന്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറഞ്ഞടേ. പൊന്നെ.